ഫ്രാൻസിസ് വർക്കേഴ്സ് കോൺഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റാണ് സിബിക്കുട്ടി ഫ്രാൻസിസ്. സിബിക്കുട്ടി ഫ്രാൻസിസ്, KCB ജീവനക്കാർ നേരിടുന്ന ഈ പ്രതിസന്ധി അത് ചെറുതല്ല, തർക്കമില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് ഞാൻ പരിശോധിച്ചപ്പോൾ 30 തവണയിലധികം KCB ഓഫീസുകൾക്ക് നേരെ അതിക്രമം ഉണ്ടാവുകയോ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയോ ചെയ്യുന്ന നടപടികൾ ഉണ്ടാവുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ തിരുവമ്പാടി സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഒരു നിയമനിർമ്മാണമോ അതല്ലെങ്കിൽ KCBയുടെ നടപടിക്ക് നിയമസാധുതയില്ല. സ്വാഭാവികമായും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. സർക്കാരുകൾക്കും നിയമ സംവിധാനങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഇവിടെ അപഹാസ്യരാവുന്നത് ജീവനക്കാരാണെന്ന മറ്റൊരു വസ്തുത കൂടിയുണ്ട്. KCBയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ജോലിയിൽ വീഴ്ച വരുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവാം. പക്ഷേ പൊതുവിൽ നോക്കുമ്പോൾ അതല്ലോ, ഒരു പൊതുസേവനം നൽകാൻ നിൽക്കുന്ന ജീവനക്കാർക്ക് സംരക്ഷണം നൽകേണ്ട ബാധ്യത ആ മാനേജ്മെന്റിനുമുണ്ട്, പൊതുസമൂഹത്തിനുമുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സിബിക്കുട്ടി ഫ്രാൻസിസ്, ഇവിടെ സംഭവിച്ചത് വൈദ്യുതി കൊടുത്താൽ അത് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചാർജ് വാങ്ങണ്ടേ? അത് വാങ്ങാൻ ചെന്ന ജീവനക്കാരനെ ഭയപ്പെടുത്തി വിട്ടിട്ട് പിന്നെ ഓഫീസിൽ ചെന്ന് തലയിൽ കാടിവെള്ളം ഒഴിച്ചു. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ അവരെ ഭീഷണിപ്പെടുത്തി, കാല് വെട്ടുന്നവരെ ഭീഷണിപ്പെടുത്തി. ഇത് വൈദ്യുതി ഉപയോഗിച്ചു കഴിഞ്ഞാണ് പൈസ വാങ്ങുന്നത് ആണല്ലോ. 60 ദിവസത്തെ 2 മാസത്തെ പൈസ 10, 15, 25 ദിവസം കൂടെ കൂടുതൽ കഴിഞ്ഞ് 85ാമത്തെ ദിവസം പൈസ അടയ്ക്കാതിരിക്കുമ്പോഴാണ് DC ചെയ്യുമെന്ന് വീട്ടിൽ ചെന്ന് പറയുന്നു. ആദ്യം മെസ്സേജ് അയക്കും. അപ്പൊ ചെന്ന് പറഞ്ഞപ്പോൾ കാല് വെട്ടുമെന്ന് പറഞ്ഞപ്പോൾ ജീവനക്കാരൻ തിരിച്ചു പോന്നു. പിന്നെ മറ്റൊരു ലൈൻമാനോട് കൂടി പോസ്റ്റിൽ കയറി കട്ട് ചെയ്യുന്നു. ഊരി വെക്കുള്ളൂ, കാരണം പറഞ്ഞ ഉടൻ കൊടുക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇതൊരു ഭീഷണി ഗുണ്ടായിസം കാണിച്ചു. അങ്ങനെ ഓഫീസിൽ വരുന്നു. ഓഫീസിൽ വന്ന് അവിടുത്തെ AEയുടെ പുറത്ത് കാടിവെള്ളം ഒഴിക്കുന്നു. ഈ ലൈൻമാന്റെ പേര് സബ് എഞ്ചിനീയറായിരുന്നു, അല്ല പ്രശാന്ത് എന്നായിരുന്നു. പ്രശാന്ത് ആരെന്ന് ചോദിച്ചാൽ ആരോ പ്രശാന്ത്, AEയും പ്രശാന്ത് ആയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ ഒരു മെൻസ് റിയ ഉണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രിപ്പയർഡ് ആണ്. നമ്മളിപ്പോ പെട്ടെന്നൊരു ആക്രമണം, ഒരു തള്ളുവോ അല്ലെങ്കിൽ ഒന്ന് അടിക്കുവോ എന്ന് പെട്ടെന്നുണ്ടായതാണെങ്കിൽ പെട്ടെന്നാന്ന് വെക്കാം. ഇതല്ല, ഇദ്ദേഹം പ്രിപ്പയർ ചെയ്ത് അവിടെ വന്ന് ആക്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ബോർഡ് ഉത്തരവിറക്കിയത് അയാൾ വൈദ്യുതി വിച്ഛേദിച്ചേക്കാൻ. അത് ചിലപ്പോൾ ഒരുപക്ഷെ നിയമപരമല്ലായിരിക്കാം, അതുകൊണ്ടാണല്ലോ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടത്. പക്ഷെ ചെയർമാൻ ചെയ്ത തീരുമാനം യുക്തമായ സമയത്ത് യുക്തമായ തീരുമാനമാണ്. അദ്ദേഹം അത് ജീവനക്കാരുടെ മനോവീര്യം ഉണ്ടാക്കാൻ വേണ്ടി, ജീവനക്കാർക്ക് ഒരു ഇതിനു വേണ്ടി ചെയ്തതാണ്. കാരണം അല്ലെങ്കിൽ നാളെ ആരും ജോലിക്ക് പോവില്ല. അപ്പൊ അദ്ദേഹം ചെയ്തത് നിയമപരമാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരെ ഇന്നാള് കൊട്ടാരക്കര സംഭവം ഉണ്ടായില്ലേ, കൊലപാതകം നടന്നില്ലേ? അപ്പൊ അതുപോലെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമനിർമ്മാണം നടത്തിയതുപോലെ സപ്ലൈ കോഡ് വഴി ഇപ്പം വൈദ്യുതി എന്ന് പറയുന്ന കൺകറന്റ് ലിസ്റ്റാണ്. നിയമസഭയിൽ നിയമനിർമ്മാണം നടത്തണം, ജീവനക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കണം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ചെയ്യേണ്ടി വരും. ഇങ്ങനെ ചെയ്യുന്നവരുടെ വൈദ്യുതി ഞങ്ങൾ കട്ട് ചെയ്യും എന്നുള്ള നിയമനിർമ്മാണം നടത്തിയാൽ പിന്നെ പ്രശ്നമില്ല. ഇപ്പൊ ഈ ചെയർമാൻ നേരത്തെ വന്നിരുന്ന ഒരുപക്ഷെ അദ്ദേഹം അത് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്യാൻ മുൻകൈ എടുക്കുക, എങ്കിൽ മാത്രമേ അദ്ദേഹം ചെയ്ത് റാറ്റിഫൈഡ് ആവുള്ളൂ. ഞങ്ങൾ അതിന് എല്ലാ പിന്തുണയും കൊടുക്കും. നിലവിൽ അതിനകത്ത് അങ്ങനെ ഒരു നിയമം ഇല്ലെങ്കിൽ പോലും ചെയ്തതിനെ ഞങ്ങൾ പിന്തുണയ്ക്കും, ഞങ്ങൾ കത്ത് കൊടുക്കും. നിയമസഭയിൽ നിയമനിർമ്മാണം നടത്തണം. അത് റാറ്റിഫൈ ചെയ്താൽ മാത്രമേ ഇപ്പോൾ ചെയ്ത് റാറ്റിഫൈഡ് ആവുള്ളൂ. അതാണ് ചെയ്യേണ്ടത്. ഞാൻ ചോദിച്ചോട്ടെ, ഫ്ലൈറ്റിൽ വെച്ച് ഒരു നേതാവിനെ ഒരു ഇന്ത്യ ഫ്ലൈറ്റ് വിലക്ക് ഏർപ്പെടുത്തിയില്ലേ? നിയമപരമായിട്ട് അത് പറ്റത്തില്ലെങ്കിൽ അവർ വിലക്ക് ഏർപ്പെടുത്തി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിയമപരമായിട്ടില്ലെങ്കിൽ പോലും അപ്പോഴത്തെ ആ വിഷയങ്ങൾ അവിടെ മുഴുവൻ വിഷയം ഉണ്ടാക്കിയതിന്റെ ഫലമായിട്ടാണ് ബോർഡ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ ബോർഡിൽ ജീവനക്കാരുടെ എണ്ണം കുറവാണ്. അപ്പം ഉപഭോക്താക്കൾ പൊതുവെ ഞങ്ങളോട് എതിരാ. കാര്യം എന്തുവാ? ഞങ്ങൾക്ക് സേവനം കൊടുക്കണ ജീവനക്കാർ വേണം. 1991 36 ലക്ഷം ഉപഭോക്താക്കൾ ഉള്ളപ്പോൾ 30,000 ജീവനക്കാരുണ്ടെങ്കിൽ ഇപ്പം 1,36 ലക്ഷം ഉപഭോക്താക്കൾ ഉള്ളപ്പോൾ 25,000-നും 26,000-നും ഇടയ്ക്കുള്ള ജീവനക്കാരേ ഉള്ളൂ. അപ്പം മാത്രമല്ല, ഇപ്പം വില കുറഞ്ഞ വൈദ്യുതി വേണ്ടാന്ന് വെച്ച് വില കൂടിയത് മേടിച്ചു. അങ്ങനെ മേടിച്ച ഒരു നഷ്ടം വരും. അപ്പൊ ഇപ്പൊ വൈദ്യുതി ചാർജ് കൂട്ടും, സർചാർജ് കൂട്ടും. ഇതെല്ലാം ജനം ധരിക്കുന്നത് ജീവനക്കാരാണെന്ന്. ഇതെല്ലാം ജനം ജീവനക്കാരുടെ തലയിലേക്ക് അങ്ങ് വെക്കും. അപ്പൊ അവരെ സ്വാഭാവികമായിട്ട് കുറ്റം പറയുമ്പോൾ അവര് എന്ത് വരും? അവർക്ക് സപ്ലൈ അരമണിക്കൂർ താമസിക്കുമ്പോൾ അവർ ജീവനക്കാരെ അടിക്കാൻ വരും. ഇതേ വായ്പൂര് അടുത്ത ദിവസം സംഭവം ഉണ്ടായി. ഓഫീസിൽ കയറി ഡ്യൂട്ടിക്കിടയിൽ പല്ലു മുഴുവൻ പോയ ഒരു ജീവനക്കാരന് ബാക്കി പല്ലൂടെ അടിച്ചു കളഞ്ഞു. ഈ അടുത്തിടയ്ക്ക് ഭരണകക്ഷിപ്പെട്ട നേതാക്കന്മാരാണ് ഇതൊന്നും കേസ് വരില്ലോ കേട്ടോ. കൊട്ടാരക്കരയും ജാസൂക്കോട്ടയും പുത്തൂരും ഒക്കെ കുറെ പ്രശ്നങ്ങളുണ്ടായി. പോലീസ് അവിടെ FIR ഇടുമ്പം വളരെ ദുർബലമായ വകുപ്പേ ഇട്ടിട്ടുള്ളൂ. അവരെ ഒന്നും ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അവരെ ഒന്നും അറസ്റ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് പലയിടത്തും. ഇതിലൊരു കാര്യം സംശയമുള്ളത്, നമ്മൾ ഈ ഡോക്ടർ വന്ദനാദാസിന്റെ അവരുടെ കൊലപാതകം, ആശുപത്രിയിലെത്തി അതിക്രമം നടത്തിയാണല്ലോ മരണം സംഭവിക്കുന്നത്. അന്ന് കേരളം ഉണരുന്നു, ചർച്ച ചെയ്യുന്നു, MLA മാര് നിയമനിർമ്മാണം നടത്തി. ഒടുവിൽ
സമാനമായ ഒരു നിയമനിർമ്മാണത്തിന്റെ സാധ്യതയോ ആവശ്യകതയോ ഈ കേസിൽ ഇവിടെ ഉണ്ടാവുന്നുണ്ടോ? കാരണം ഇപ്പം കണക്ഷൻ വിച്ഛേദിക്കണമെങ്കിൽ അത്തരം കടുത്ത നടപടി ഒരു പക്ഷേ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവണം. പക്ഷേ അതിന് നിലവിലെ നിയമ പ്രാബല്യമില്ല എന്നൊരു വസ്തുതയുണ്ട്. എന്താണ് നിങ്ങളുടെ ജീവനക്കാരുടെ പക്ഷത്ത് നിന്ന് ഈ വിഷയത്തിൽ നിങ്ങൾ കാണുന്നത്? അതായത് ഇവിടെ ഇപ്പൊ ഇതൊരു വിഷയം ഇങ്ങനെ ചാനലുകൾ കൊണ്ടുവന്നുകൊണ്ട് പുറത്തു വന്നേ ഉള്ളൂ. ദിവസവും ഓരോ വിഷയം നടക്കുന്നുണ്ട്. അതാണ് കാര്യം. എന്നും വിഷയമാണ്, എന്നും തല്ല് കിട്ടുകയാണ്. ഇതിൽ ഒരു വിഷയം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. സിബിക്കുട്ടി ഫ്രാൻസിസ്, താങ്കൾ ഒന്ന് തുടരുക. ഞാൻ താങ്കളിലേക്ക് തന്നെ വരാം. താങ്കളുടെ അഭിപ്രായം ഞാൻ വരാം. സിബിക്കുട്ടി ഫ്രാൻസിസ്, എം ജി സുരേഷ് കുമാർ കൂടി